കസിട്ട, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത് കണ്ടില്ല ഞാൻ റോബോട്ടിന്റെ ഹാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ധരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ജോലിയും ചെയ്യാൻ കഴിയും. നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കസിട്ട. നോ താങ്ക് യു. ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് തന്നെ എല്ലാ പണിയും ചെയ്തോളാം. അതെ മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും വന്നത് ഏതായാലും നന്നായി. വരൂ, നമുക്ക് ഒരുപാട് പോസ്റ്ററുകൾ ഒട്ടിക്കാനുണ്ട്. എന്തിന്റെ പോസ്റ്ററാ? ഇത് കണ്ടോ, ഡോക്ടർ ചട്ക ഒരു റോബോട്ട് ഹാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ കൊണ്ട് എന്ത് പണിയും ചെയ്യാൻ സാധിക്കും. ഫുർഫുറെ നഗരത്തിലെ ജനങ്ങൾക്ക് 2 ദിവസം ഫ്രീ ട്രയൽ ഓഫർ ചെയ്യാൻ പോവാണ്. ഇതിന് പോസ്റ്ററൊക്കെ എന്തിനാ? കൂട്ടുകാർ പിന്നെ എന്തിനാ ഉള്ളത്? എനിക്ക് തരൂ. 2 ദിവസം കൊണ്ട് ഞാൻ ഫ്രീ ട്രയൽ തരാം. ഓ മോട്ടു, എന്റെ പ്രിയപ്പെട്ട ചങ്ക, എന്റെ ബ്രോ, ഇത് കയ്യിലിട്ടതിനു ശേഷം ഈ ബട്ടണിൽ അമർത്തിയാ മതി. നമ്മൾ പറയുന്ന ജോലിയെല്ലാം ഈ കൈ സ്വയമേ അങ്ങ് ചെയ്തോളും. ഇന്ന് തുടങ്ങിക്കോ കഴിച്ചേട്ടാ. ഈ റൂമിലുള്ള ചപ്പു ചവറൊക്കെ എടുത്തു കളഞ്ഞേ. പൊളിച്ചെടുത്തല്ലോ. ചപ്പും ചവറാണ് കരുതി എന്നെ പൊക്കിയെടുത്തു. ഈ പണി തീരെ ശരിയായില്ല. അതെ, ആരെങ്കിലും എന്നെ ഒന്ന് പുറത്തേക്ക് എടുക്കണേ. അതേ കഴിച്ചേട്ടാ, ഖസീട്ട റാമിനെടുത്ത് പുറത്ത് കളഞ്ഞു. മമ്മി, രക്ഷിക്കണേ. മോട്ടു, അത് കണ്ടോ? ആ ആൾക്കാർ ഏതോ പാവപ്പെട്ടവനെ പിടിച്ച് തല്ലിയ. ഈ റോബോട്ട് ഹാൻഡ് ഉപയോഗിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. ശരിയാണ് പറഞ്ഞത്. വരൂ, നമുക്ക് അവരെടുത്ത് ചെന്ന് പറയാം. നിങ്ങളുടെ കൈയൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞാൻ എന്റെ ഈ കൈച്ചേട്ടനെ കൊണ്ട് അവനെ നല്ലപോലെ തല്ലാമെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഞാൻ ഉദ്ദേശിച്ചത് ആ പാവപ്പെട്ടവനെ ആ ജനങ്ങളിൽ നിന്ന് രക്ഷിക്കേ. ഓ, അത് ശരി. എന്റെ റോബോട്ട് കൈച്ചേട്ടാ, ചെല്ലു. നാട്ടുകാരുടെ ഇടികൊള്ളുന്ന അവനെ അവരുടെ കയ്യിൽ നിന്നൊന്ന് രക്ഷിക്കൂ. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെയൊരു ദിവസം വരുമെന്ന്. മോട്ടു അവന്റെ സ്വന്തം കൈ കൊണ്ട് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. താങ്ക് യു, നന്ദി, ഒരുപാട് ഉപകാരമുണ്ട് സുഹൃത്തെ. ബൈ ബൈ, ടാറ്റ, സീ യു, പിന്നെ കാണാം. ബോസ് പറഞ്ഞ കവിതയൊക്കെ കൊള്ളാമായിരുന്നു, പക്ഷെ അതിന്റെ അർത്ഥമാ പിടികിട്ടാഞ്ഞേ. ബോസിന് പറഞ്ഞു തരാമോ? എടാ, തലയ്ക്ക് വെളിവില്ലാത്തവരെ, ഭ്രാന്ത. ഞാൻ കവിതയൊന്നും അല്ല പറഞ്ഞത്, മോട്ടൂനൊരു താങ്ക്സ് കൊടുത്തതല്ലേ. ആ? ജോൺ ഞങ്ങളുടെ ബാങ്കിൽ കൊള്ളയടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. കഷ്ടപ്പെട്ട അവനെ ഒന്ന് പിടിച്ച്, എന്നിട്ട് നിങ്ങൾ അവരെ വെറുതെ വിട്ടു. മോട്ടോ ട്രക്ക് റെയിൽവേ ട്രാക്കിൽ കുടുങ്ങിപ്പോയി. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും പറ. നിന്റെ കൈനോട് പറ ആ ട്രെയിൻ ഒന്ന് നിർത്താൻ. എന്റെ കൈച്ചേട്ടാ, ആ വരുന്ന ട്രെയിൻ ഒന്ന് നിർത്തൂ. നമ്മൾ അങ്ങനെ രക്ഷപ്പെട്ട്. എന്റെ പൊന്നേട്ടാ, നിങ്ങൾ ഈ മാന്ത്രികമൊക്കെ എങ്ങനെയാ ചെയ്തേ? ഇതെന്റെ ഈ റോബോട്ട് കൈച്ചേട്ടന്റെ മിടുക്കല്ലേ? ഇതിനെന്താ സംഭവിച്ച? ഇതിനകത്ത് നിന്ന് എന്താ തീപ്പൊരിയൊക്കെ വരുന്നേ? അമ്മേ, അയ്യോ. സോറി സോറി, ഇത് ഞാനല്ല ഇടിക്കുന്നത്, എന്റെ ഈ കൈയാണ് ഇടിക്കുന്നത്. ഇവൻ നമ്മൾ ഡ്രൈവറിനെ അടിക്കുക. അടിക്കടാ അവനെ. വണ്ടി എടുത്ത് അതിലോട്ടിറാ. പെട്ടെന്ന് വേട്ടറാ, വെറുതെ ട്രാഫിക് ജാം ഉണ്ടാക്കാതെ. മിണ്ടാതിരിക്കേ, ഞാനിതാ കാറ് സൈഡിലാക്കുന്നത് കണ്ടില്ലേ? നോക്ക്, ബോക്സറേട്ടന്റെ കാർ ആ റോഡ് സൈഡിൽ കുടുങ്ങിപ്പോയി. നിന്റെ കൈയിനോട് പറഞ്ഞ് അതിനെ റോഡിലേക്ക് എടുത്തു വെക്കേ. പിന്നെ അതിനെ നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കാമല്ലോ. ഞാൻ ഒരിക്കലും പറയില്ല. ഈ കൈച്ചേട്ടൻ നമ്മളെ ഇതുവരെ പ്രശ്നത്തിൽ എത്തിച്ചിട്ടേ ഉള്ളൂ. ഇതെന്താ ചെയ്തേ? വളരെ ബുദ്ധിമുട്ടിട്ട സൈഡിൽ ഞാൻ പാർക്ക് ചെയ്തേ, ട്രാഫിക് ജാം ഇല്ലാതാക്കാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ അതിനെ ശരിക്ക് റോഡിന്റെ നടുക്ക് നിർത്തി. നീ എന്താ നോക്കി നിൽക്കുന്നേ? നീ ഇന്ന് എന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് പോ. ഇനി നീ ബോക്സറെ സഹായിക്കാൻ നിൽക്കോ? ഇന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ഇനി ഒരിക്കലും ചെയ്യില്ല. എന്റെ കൈച്ചേട്ടാ, ബോക്സറിന്റെ കാർ എടുത്ത് പഴയ സ്ഥലത്ത് തന്നെ വെക്കൂ.
ഇതെന്താ കാണിച്ചു വെച്ചേ? എന്നെ നിങ്ങൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്ക. ഡോക്ടർ ജഡ്ക തരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ, ഒരു വലിച്ചെറിയാതെ. സോറി, അറിയാതെ ഒരു തെറ്റ് പറ്റി പോയതാ. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല, ഊരി വലിച്ചെറിയാൻ. ഓയ് മോട്ടു, എന്റെ സുഹൃത്തെ, എന്റെ ബ്രോ, റോബോട്ടിന്റെ ഹാൻഡ് എങ്ങനെയുണ്ട്? എന്റെ വല്യേട്ട, ഈ കൈ ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഊരിത്തരൂ. ഇത്ര പതുക്കെ നീ എന്തിനാ പറയുന്നത്? കയ്യിൽ അത് ഊരണമെങ്കിൽ നീ ഉറക്കെ പറ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഒന്ന് പതുക്കെ പറ, ഡോക്ടർ ജഡ്ക അതെല്ലാം കേൾക്കുന്നുണ്ട്. അത് റോബോട്ട് ഹാൻഡാണ്, അതിന് കേൾക്കാനൊന്നും കഴിയില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായി. അവസാനമായിട്ട് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഊരിപ്പോയി, റോബോട്ട് ഹാൻഡ് ഊരിപ്പോയി. ഡോക്ടർ ജഡ്ക, ഈ ദുരന്തത്തെ നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോ. ആരെങ്കിലും അതിനെ ഒന്ന് പിടിക്കുക. എനിക്കറിയില്ല അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന്. എവിടെ പോയി ഒളിച്ചിരിക്കുക ഈ പഹയൻ? എല്ലാവരും വെള്ളം കുടിപ്പിക്കില്ല അവൻ, വെറുതെ വിടില്ല തന്നെ. ഞാൻ അതിന്റെ നട്ടും ബോൾട്ടും ഊരി ഓരോരോ പീസാക്കും. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പുറകെ തല്ലുന്നത്? വേദനിക്കുന്നു. അതെവിടെ പോയി? ആ ചെകുത്താൻ എവിടെ പോയി? അതിന് എന്റെ കൈ കിട്ടെ കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഇത്രയും നേരം അവൻ നമ്മളെ അടിച്ച് പൊളിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? അവൻ അങ്ങോട്ടാണ് പോയത്. അവനെ വെറുതെ വിടരുത്. നമുക്ക് 4 വശത്തും നോക്കാം. വല്യേട്ടാ, രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്റെ അമ്മോ, ഇതെന്താ 4 പേരും റോഡിലിങ്ങനെ കിടന്ന് വിശ്രമിക്കുന്നത്? ചിങ്കം സാറേ, ഒരു റോബോട്ട് കൈയുണ്ട്. നിങ്ങൾ കണ്ടില്ലേ അവൻ അതുവഴി ഓടി രക്ഷപ്പെടുന്നത്? ചെല്ലോ, ചെന്നവനെ പിടിക്കൂ, ഇല്ലെങ്കിൽ അവൻ ഫുർഫുറി നഗരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. പോലീസിനെ തല്ലുന്നത് നിയമത്തിന് വിരുദ്ധമാണ്. നീ കുറ്റവാളിയാണ്. മതി, നിർത്ത്. ഭാരതമാതാവാണ് സത്യം. ഇന്ത്യ രാജ്യമാണ് സത്യം. എന്റെ അമ്മോ, വേഗം ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ ആലോചിക്കേ. ഐഡിയ. എന്റെ അമ്മോ. ഇനി ഈ കൈ കൊണ്ട് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇതുവരെ ബാറ്ററി ഇല്ലാതെയാണ് ഇവൻ നമുക്കിടയിൽ കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചത്. ഇനി ബാറ്ററി ഇട്ടാൽ എന്തൊക്കെയാ ഇവൻ കാട്ടിക്കൂട്ടുന്നെന്ന് കണ്ടു തന്നെ അറിയണം. ഓയ് മോട്ടു, നീ എന്താ ഈ കാണിച്ചത്? ആ ബാറ്ററി ഒന്ന് അഴിക്കുക വേഗം. ആ കൈ എവിടെ പോയി? Watch India's largest kids library only on Jio Hotstar. Download the app now.